കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേസിലെ മൂന്നാം പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മണികണ്ഠനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ ഇയാൾ കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി ഇയാൾ കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സ നൽകിയതിനു ശേഷം മണികണ്ഠൻ വീട്ടിലേക്ക് മടങ്ങി. കേസിൽ ഡിസംബർ 8-ാം തീയതി വിധി പറയാനിരിക്കെയാണ് പ്രതി ജീവനൊടുക്കാൻ ശ്രമം നടത്തിയത്. ഇയാൾ മദ്യപിച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി ദിലീപും അടക്കം ആകെ 9 പ്രതികളാണ് കേസിൽ വിചാരണ നേരിട്ടത്. ഈ കേസിൽ ഡിസംബർ 8-ാം തീയതിയാണ് കോടതി അന്തിമ വിധി പറയുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുക. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8-ാം പ്രതി. 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരായിരുന്നു കേസിലെ പ്രതികൾ. ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്.